അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടുവാൻ സർവേശ്വരനായ തമ്പുരാൻ തൗഫീഖ് തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹു ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായ അറിവുകളിലൂടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന മജ്ലിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത്, പഠിക്കുന്നത്, ജീവിതത്തിൽ നാം ചേർത്തു പിടിക്കേണ്ട പല കുടുംബ ജീവിതങ്ങളും താറുമാറാകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അമ്മായി അമ്മ മരുമകൾ പോര് എന്നുള്ളത്. അല്ലേ? ജീവിതം എന്നുള്ള, കുടുംബം എന്നുള്ളത് വലിയ സന്തോഷകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബ ജീവിതം സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പാതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ പാത ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ദുർഘടമായി പരാതികളുടെയും പരിഭവങ്ങളുടെയും വഴക്കുകളുടെയും വക്കാണങ്ങളുടെയും വലിയ വലിയ പ്രശ്നബാധിത പ്രദേശമായി പല കുടുംബങ്ങളും മാറാറുണ്ട്. പല കുടുംബങ്ങളും ഭാര്യ ഭർത്താവിനോട് പിണങ്ങുന്നു. അത് കാരണം അമ്മായിമ്മയാണ്. അമ്മായിമ്മയും മരുമോളും തമ്മിൽ പിണക്കാണ്. മോനും മരുമോളും വേറൊരു വീട്ടിൽ, അമ്മായിമ്മ വേറൊരു വീട്ടിൽ. അതങ്ങനെ പ്രശ്നം എന്താണ്? അത് അമ്മായിമ്മയും മരുമോളും ചേരൂല. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസ പ്രദേശങ്ങൾ ലഭിക്കുന്ന ഒരുപാട് കുടുംബം. ഉസ്താദേ, മകൻ വീട്ടിലേക്ക് വരണില്ല, അത് മരുമകൾ വിടുന്നില്ല. മരുമകളോട് ചോദിക്കുമ്പോൾ മരുമകൾ പറയും അത് അമ്മായിയമ്മ ശരിയല്ല. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസ പ്രതിസന്ധികളുള്ള കുടുംബങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും ഒരു വീട്ടിലെയും അമ്മായിയമ്മമാർ മരുമകളോട് പറയാൻ പാടില്ലാത്ത ഒരു 7 കാര്യങ്ങളെ പറ്റിയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ഇപ്പം മരുമകൾ ഉണ്ടാവില്ല, ഇനി മരുമകൾ വരുമ്പോൾ വരാറായി, അല്ലെങ്കിൽ വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക്, ഇനി മരുമക്കളുള്ള വീടുകളാണെങ്കിൽ അമ്മായിയമ്മമാരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മരുമക്കൾ പറയും, ഉസ്താദേ നിങ്ങൾ പറഞ്ഞു കൊടുക്കി, അങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ നന്നാകട്ടെ. നിങ്ങൾക്ക് ഉള്ള വർത്തമാനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള കാര്യം അടുത്ത വീഡിയോ പറയും. ഇന്ന് അമ്മായി അമ്മമാർ മരുമക്കളോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത്, അമ്മായിയമ്മമാർ മരുമക്കളോട് പറയാൻ പാടില്ലാത്ത ഒന്നാമത് ശ്രദ്ധിക്കണം. ഈ അമ്മായിയമ്മ മരുമകൾ എന്ന പ്രയോഗം മാറ്റണമെന്നാണ്. എന്നോട് ഞാൻ തിരുത്താണ്. ഒന്ന് ഉമ്മയും ആളുമാണ്. ഭർത്താവിന്റെ വാപ്പയും ഉമ്മയും, ഭാര്യയുടെ ഉമ്മയും വാപ്പയാണ്. ആ വന്നു കയറുന്ന മകൾ നമ്മുടെ മകളാണ്, മരുമകളായി കാണരുത്. എന്റെ മകൻ കെട്ടിക്കൊണ്ടെന്ന് വേണ്ട മരുമോളാണ്, ഞാൻ അമ്മായിയമ്മ. അങ്ങനെയല്ല, അവൾ എൻ്റെ മോളാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നാൽ പ്രശ്നങ്ങൾ പകുതിയിൽ കൂടുതലൂടെ ഒഴിഞ്ഞു. ഇതങ്ങനെയല്ല. ഓൻ കെട്ടിക്കൊണ്ടുവന്നല്ലേ, അപ്പൊ എനിക്കിത് ഭരിക്കാം അല്ലേ, അങ്ങനെ ചിന്തയാണ്. അങ്ങനെ പാടില്ല. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ളത്, അമ്മായിയമ്മമാർ മരുമക്കളോട് പറയാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, മരുമക്കളുടെ വീട്ടുകാരെ കുറ്റം പറയരുത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ ഉമ്മ അങ്ങനെയല്ലേ, നിന്റെ ഉമ്മ അങ്ങനെയല്ലേ, നിന്റെ വാപ്പ അങ്ങനെയല്ലേ. ഉമ്മമാരെ ആ പെൺകുട്ടിക്ക് ഒരു ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. ആ കുടുംബം കഷ്ടപ്പെട്ടായിരിക്കും ഓളെ വളർത്തിയത്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓളുടെ ഉമ്മയെയും ഓളുടെ വാപ്പയെയും കുറ്റം പറഞ്ഞാൽ ഓക്ക് നമ്മളോട് വലിയ ദേഷ്യം ഉണ്ടാവും. പിന്നെ കിട്ടണ അവസരത്തിലെല്ലാം അമ്മായിയമ്മ എങ്ങനെ പണിയാന്നാണ്, അമ്മായിയമ്മ എങ്ങനെ നേരെയാക്കാം, അമ്മായിയമ്മക്ക് എന്ത് കൊടുക്കാം എന്നാണ് മരുമകൾ ചിന്തിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ആ മരുമകളുടെ വീട്ടുകാരെ കുറിച്ചോ ബന്ധുക്കാരെ കുറിച്ചോ അവർക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചോ നമ്മൾ കുറ്റം പറയരുത്. നമുക്ക് ചിലപ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. അല്ലെങ്കിൽ നല്ല ചിരിച്ചുകൊണ്ട് അവൾക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ, കുറ്റം പറയാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരിക്കലും അവരുടെ വീട്ടുകാരെ, പ്രത്യേകിച്ച് അവളെ വാപ്പയുമ്മയും സഹോദരങ്ങളെയും കുറ്റം പറയരുത്. അല്ലെങ്കിൽ നിന്റെ ഉടപ്പറന്നോ അങ്ങനെയല്ലേ, നിന്റെ ഉടപ്പറന്നോ ഇങ്ങനെയല്ലേ പറയരുത്. അത് പാടില്ല. ഞാൻ വേഗം പറഞ്ഞോട്ട്, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. 2, പാചകത്തെയും വീട്ടുജോലിയെയും താരതമ്യം ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മരുമകൾ നിനക്ക് അറിയുണ്ടാകും. അപ്പൊ അവരൊന്നും വലിയ, ഇപ്പോഴത്തെ പെൺകുട്ടികളാകട്ടെ വലിയ പാചകത്തിലൊന്നും വലിയ പരിചയ സമ്പന്നരുള്ളവരൊന്നുമല്ല. അവരിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നവരാണ്. ഉമ്മമാരെല്ലാം ചെയ്തു. ഇപ്പോഴും ഈ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് വാരി കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് അവരുടെ സ്നേഹപ്രകടനമാണ്. പക്ഷെ അത് മറുവശം ചിന്തിക്കുമ്പോൾ അതിന് വലിയൊരു പ്രത്യാഘാതം വരാനുണ്ടെന്ന് മറ്റൊരു വശം. അപ്പൊ എന്ത് ചെയ്യും? അവർ മറ്റൊരു പശ്ചാത്തലത്തിൽ വളർന്നവരാണ്. നമ്മളെ വീട്ടിൽ വന്ന് വരുമ്പോൾ കറിക്ക് ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവൂല, എരി ഉണ്ടാവൂല, വീട്ടു ജോലി ചെയ്യുമ്പോൾ അത് ശരിയാവൂല. നമ്മൾ എന്ത് ചെയ്യും? നീ എന്നെ കണ്ട് പഠിക്കും, ഞാൻ അങ്ങനെയാണ്, ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെയല്ല, ഞാൻ വെക്കുമ്പോൾ അങ്ങനെയല്ല പറയരുത്. നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോളെ ഇനി കറി വെക്കുമ്പോൾ നല്ല കറി കേട്ടോ, എന്നാലും കുറച്ചുകൂടി നന്നാവാൻ ഇത്തിരി കൂടെ ഉപ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉപ്പൊന്ന് കുറയ്ക്കാട്ടോ, അല്ലെങ്കിൽ മോളെ അടുത്ത് അങ്ങോട്ട് വെച്ചേ, ഇങ്ങോട്ട് വെച്ചേ. അങ്ങനെയല്ല മോളെ, ഇത് ഇങ്ങനെ വെച്ചാൽ നന്നായിരിക്കും, ഇത് ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. പറയുന്ന ഒന്നാണെങ്കിൽ രീതി രണ്ടല്ലേ. അപ്പൊ നമ്മൾ പറയണം, എടി അടുത്ത് അങ്ങോട്ട് വെച്ചേ എന്നാണെങ്കിൽ മോളെ അത് അങ്ങോട്ട് വെച്ചാൽ നന്നായിരിക്കും കേട്ടാ, അത് അവിടെ ഒതുങ്ങിയിരുന്നോളും എന്ന് പറയുന്ന രീതി മാറ്റിയാൽ മതി. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, മിണ്ടണ്ടെന്നൊന്നുമില്ല. അവരെന്ത് ചെയ്താലും മിണ്ടായിരിക്കാനൊന്നുമില്ല. പറയുന്ന
പറയുന്ന ശൈലിയിൽ പറയുന്ന രീതിയിൽ മാറ്റം വരുത്തുക. താരതമ്യം ചെയ്യരുത്. നമ്മൾ അങ്ങനെ ഇങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ അതിങ്ങനെ എൻ്റെ മോളെ ഇതൊക്കെ അറിയാം, എൻ്റെ മോക്ക് ഇതൊക്കെ അറിയാം, അവക്കൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനെ പറയരുത്. നമ്മൾ പാചകത്തിലും വീട്ടുജോലിയിലും അവരെ താരതമ്യപ്പെടുത്താനോ കുറ്റം പറയാനോ പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, തിരുത്തി കൊടുക്കണം, മിണ്ടാതിരിക്കണ്ട, നല്ല രീതിയിൽ തിരുത്തി കൊടുക്കുക. മൂന്നാമത്തത്, പഴയകാല ബുദ്ധിമുട്ട് എടുത്തു പറയരുത്. ഇത് മിക്ക വീടിലുള്ള ഒരു പ്രശ്നം. എന്താണെന്നറിയോ, സഹോദരിമാർ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതൊക്കെ പഴയ കാല, എത്ര തൊട്ടി വെള്ളം ചുമന്നതാ റബ്ബേ, ഇന്ന് വെള്ളം ഇല്ല, ഇന്ന് കിണറ്റിൽ വെള്ളം കോരാനില്ല, കപ്പിയും കയറും തൊട്ടിയൊന്നുമില്ല, ഇന്ന് മോട്ടറാണ്, ഇന്ന് വാഷിംഗ് മെഷീനാണ്, തുണി കഴുകണ്ട. ഇത് നമ്മൾ കാലത്തിനൊത്ത് നീങ്ങണ്ടേ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വാഹനം കുതിരയും കഴുതയായിരുന്നു. ഇന്ന് അതും വെച്ച് നമുക്ക് വാഹനം ഓടിക്കുന്ന അങ്ങനെയാണോ? ഇല്ല, കാറും ബൈക്കും ഒക്കെ ആയല്ലോ. അപ്പൊ അതുപോലെ കാലത്തിനൊത്ത് കാലോചിതമായി നമ്മൾ മാറുമല്ലോ. അപ്പം എന്നാലും നമ്മൾ പറയണ എന്താ, അതൊക്കെ എൻ്റെ കാലം, എന്നെ കെട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇവിടെ അതില്ലായിരുന്നു, ഇവിടെ ഇതില്ലായിരുന്നു. അതൊക്കെ ശരി തന്നെ ഉമ്മ. അത് ഈ കാലഘട്ടത്തിലെ മക്കളോട് എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ മക്കൾ കണ്ടു വളർന്ന കാര്യമില്ലേ? ഇന്നത്തെ മക്കൾ പലർക്കും വട്ടി എന്താണെന്നറിയില്ല, മുറം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. കാരണം അവർ കണ്ടിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ ഉമ്മമാർ ഓലമിടയുമായിരുന്നു, ഇല്ലേ? ഈറ കൊണ്ട് വട്ടി ഉണ്ടാക്കുമായിരുന്നു, മുറമുണ്ടാക്കുമായിരുന്നു. നമ്മളൊക്കെ അറിയോ? നമ്മൾ കറി വെക്കാൻ വേണ്ടി ഓല കൊണ്ട് ഉറി കറി ഇങ്ങനെ പൂച്ചയൊന്നും ചാടാതെ അല്ലെങ്കിൽ പൂച്ചയൊന്നും എടുക്കാതെ ഉറി ഇങ്ങനെ കെട്ടിത്തൂക്കിട്ട്. ഇന്നത്തെ മക്കൾക്ക് ഉറി എന്ന് വെച്ചാൽ അറിയില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്നു വരുന്ന തലമുറകളാണ്, അവർക്കതറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പഴയകാല ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, എൻ്റെ കാലം അങ്ങനെ. അതൊക്കെ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളൊക്കെ ശരി തന്നെ, അതൊന്നും ഇവിടെ ഇല്ല, വില കൽപ്പിക്കുന്നില്ല എന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ മക്കളോട് അത് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യല്? അവരെ അലോസരപ്പെടുത്തരുത്, അവരെ നിങ്ങൾ പരിഹസിക്കരുത്, അവരെ നിങ്ങൾ കുറ്റം പറയരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് മഹാരഥന്മാർ. അതുപോലെ നാലാമത്തത്, കൽപ്പന പാടില്ല. കൽപ്പന ഇന്നത്തെ മക്കൾക്ക് ഒന്നാമത് ഉപദേശം ശരിയല്ല, ഉപദേശം ഇഷ്ടമല്ല, കൽപ്പന ഒട്ടും ഇഷ്ടമല്ല. അത് സ്വന്തം വാപ്പയും ഉമ്മയാണെങ്കിൽ ശരി തന്നെ. അപ്പോൾ അവരോട് സ്നേഹത്തോടെ തഞ്ചത്തിൽ കൊഞ്ചത്തിലൊക്കെ പറയേണ്ടി വരും. അത് നമ്മൾ വലിയ അമ്മായി അമ്മ ചമഞ്ഞിട്ട് കാര്യമില്ല. മോളെ അതിങ്ങെടുക്ക് എന്ന് അഞ്ഞെടുത്തേ എന്നല്ല, നമ്മൾ അതിത്തിങ്ങുന്ന തരാവോ, അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ്. അതുകൊണ്ട് നാലാമത്, കൽപ്പന പാടില്ല, മരുമക്കളോട് കൽപ്പന പാടില്ല. അഞ്ചാമത്തത്, മകന്റെ കാര്യത്തിൽ ഓവറായി ഇടപെടരുത്. നമ്മൾ വളർത്തി വലുതാക്കി അതൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് മകന്റെ കാര്യത്തിൽ നമുക്ക് അനുവാദമില്ല, അർഹതയില്ല, അവർക്ക് അവന്റെ കാര്യത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്നൊന്നുമില്ല. ഉണ്ട്. പക്ഷെ ഒരു വിവാഹ ജീവിതം കഴിഞ്ഞാൽ അവനൊരു ഭാര്യയായി, കുടുംബമായി, അവൻ അതിന്റെ ലോകത്തേക്ക് വിട്ടുകൊടുത്തേക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ ചോദിക്കാം എന്ന് കരുതി അവൻ എൻ്റെ മോനാണെന്ന് കരുതി ഞാൻ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും, അങ്ങനെയല്ല. അവനൊരു ഭാര്യ വന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു ഫ്രീഡം ഓക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീകരിച്ചാൽ മതി. ഇതങ്ങനെയല്ല. എന്തെങ്കിലും ഞാൻ എൻ്റെ മോൻ ഇങ്ങനെയൊന്നുമല്ല കൊടുക്കണേ, ഞാൻ എൻ്റെ മോൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണേ, ഞാനും എൻ്റെ വസ്തു അങ്ങനെ കഴുകി, അതൊന്നും പറയണ്ട. അവരവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ചെല്ലരുതെന്നാണ് ചുരുക്കം പറഞ്ഞത്. അതുപോലെ ആറാമത്തത്, കുട്ടികളെ പരിചരിക്കുന്നതിൽ കുറ്റം പറയാൻ പാടില്ല. നമ്മളെ കുട്ടികൾ എന്തെങ്കിലും ചിലപ്പം അകത്ത് മൂത്രമൊഴിക്കും, അകത്ത് കാഷ്ടിക്കും, അപ്പൊ നമ്മൾ അവരൊന്ന് വൃത്തിയാക്കും. അപ്പൊ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആ കുട്ടികളെ പരിചരിക്കുന്ന വിഷയത്തിൽ മരുമക്കളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അവർക്ക് അറിയില്ല, നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ, നമ്മളത് പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തത്, മറ്റുള്ളവരെ താരതമ്യം ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, നീ അപ്പുറത്തെ സബൂറായ കണ്ട് പഠിക്കടി, അപ്പുറത്തെ ഫാത്തിമായ കണ്ട് പഠിക്കടി, അപ്പുറത്തെ സൈനബായ കണ്ട് പഠിക്കടി. അവരുടെ മരുമോള്, എൻ്റെ റബ്ബേ എനിക്ക് കൊണ്ടൊരു മരുമോള് പറയരുത്. ഇത് മിക്ക വീട്ടിലുള്ള പ്രശ്നമാണ്. അപ്പുറത്തെ മരുമോളെ കണ്ട, ഇപ്പുറത്തെ മരുമോളെ കണ്ട, അവളെ മിറ്റം തൂക്കണണ്ട, ഇവിടെ ഒരുത്തിയുണ്ട് മിറ്റവും തൂക്കൂല. എന്തിനാ? നമ്മളൊന്ന് തൂത്ത് കാണിച്ചു കൊടുക്കുക, നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ അവരെ കണ്ട് പഠിച്ചേ, ഇവരെ കണ്ട് പഠിച്ചേ, അവരെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണില്ലല്ലോ. ഇതിനപ്പുറം ബദറിയൊരുക്കും അവിടെ. അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയാനോ താരതമ്യം ചെയ്യാനോ, നമുക്ക് കിട്ടിയ മരുമക്കളെ നമ്മളെ മക്കളായി കണ്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകലാണ് നമ്മുടെ മക്കളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. രണ്ടറ്റത്തായി എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരെ മരുമക്കളോട് പറയാൻ പാടാത്ത 7 കാര്യങ്ങൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. ആ ജീവിതം വലിയ സന്തോഷമാണ്, ആ കുടുംബം വലിയ റാഹത്താണ്. ഒരു പ്രശ്നം അവിടെ ഇല്ല, ഒരു വഴക്കൂല. നിങ്ങളെ കൈവെള്ളയിൽ മരുമക്കൾ കൊണ്ടു നടക്കും. നിങ്ങൾ പറയില്ല എന്നെ നോക്കണില്ല, ഈ പ്രശ്നം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഈ പ്രശ്നം ഒന്ന് മാറ്റി വയ്ക്കുക. നിങ്ങളെ മരുമക്കൾ നിങ്ങളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും. പക്ഷെ അത് നാളെ അടുത്ത ക്ലാസ്സിൽ, ഇന്നൊരു ക്ലാസ്സിൽ നമുക്ക് മരുമക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉസ്താദേ, നമുക്കും അത്രയുള്ള പണിയുള്ള മരുമക്കൾക്കും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നു. മരുമകൾ അമ്മായിയമ്മ എന്ന കൺസെപ്റ്റ് നമ്മൾ മാറ്റണം. നമ്മുടെ മകൾ നമ്മുടെ ഉമ്മ, ഭർത്താവിന്റെ വാപ്പ എൻ്റെ വാപ്പ, ഭർത്താവിന്റെ ഉമ്മ എൻ്റെ ഉമ്മ, ഭാര്യയുടെ വാപ്പ എൻ്റെ വാപ്പ, ഭാര്യയുടെ ഉമ്മ എൻ്റെ ഉമ്മ. ആ രീതിയായിരിക്കണം. ആ കുടുംബത്തിലേക്ക് അല്ലാഹു ബറക്കത്ത്
ബറക്കത്ത് തരട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരുമക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അമ്മായിമ്മയ്ക്ക് ദുആ ചെയ്യണം. മരുമക്കൾ അങ്ങനെയൊക്കെ വേണം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ബറക്കത്തൊട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മരുമക്കൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദീർ എന്ന ചാനൽ മുന്നോട്ട് കുതിക്കുകയാണ്. നിങ്ങളൊക്കെ ഓരോരുത്തരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട്. ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും ഇതുപോലെ നല്ല നല്ല അറിവുകൾ, ചരിത്രങ്ങൾ, കഥകളൊക്കെ കേൾക്കാം. മജ്ലിസ് ഉണ്ട് രാത്രി 9 മണിക്ക്. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. പുതിയ അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.